ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്ത് എന്തുകൊണ്ടാണ് നേവൽ ആർക്കിടെക്ചർ എസ്ഒയിൽ വരാത്തതെന്ന്. അപ്പോൾ എസ്ഒയിൽ വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടൊരു വലിയ ക്യാമ്പസ് ഉണ്ട്. അതിനകത്ത് ഓരോരോ കുഞ്ഞു കുഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ബാക്കി. അത് സബായിട്ട് ഓരോ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. മറൈൻ വേറെ ആയിരിക്കും. അപ്പോൾ അത് ഈ നേവൽ ആർക്കിടെക്ചർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഷിപ്പ് ബിൽഡിംഗ് സെപ്പറേറ്റ് അവർക്കൊരു ബ്ലോക്ക് ആയിട്ടൊക്കെ. അപ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ഇൻടേക്ക് നോക്കുക, 4 ഇയർ കോഴ്സാണ് ഇൻടേക്ക്. 34 പേരൊക്കെ ഉള്ളൂ. അതായത് സീറ്റ് ഭയങ്കര ലിമിറ്റഡ് ആണ്. 34 പേരെ അവർ അഡ്മിഷൻ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്ലേസ്മെന്റ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതിനകത്ത് ഞാൻ പിന്നീട് എടുത്ത് വെച്ച് നോക്കി. പക്ഷേ ഇൻഡീറ്റിൽ നോക്കുമ്പോൾ അധികം എനിക്ക് സമയം സ്പെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് കൂടി ഞാൻ ഈ ഒരു രീതിയിൽ നോക്കുന്നത്. നോക്കിയപ്പോൾ 100% പ്ലേസ്മെന്റ് റെക്കോർഡുണ്ട്. അതായത് നിങ്ങൾക്ക് ഷിപ്പ് ബിൽഡിംഗ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി എന്നുള്ളത് അവർ തന്നെ അഷ്വർ ചെയ്യുന്നുണ്ട്. 100% പ്ലേസ്മെന്റ് ആണ്, എല്ലാവർക്കും ജോലി കിട്ടും. അപ്പോൾ അത് കിട്ടിയാൽ ജോലി എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇനി ജോലി മാത്രം കിട്ടിയാൽ മതിയോ, അതായത് പാക്കേജ് കൂടി നോക്കണ്ടേ? അത് ഞാൻ ഈ ഒരു ഇത് റെഫർ ചെയ്യുവാണ് തൽക്കാലത്തേക്ക്. അപ്പോൾ ഇനി ഇവിടുത്തെ പ്ലേസ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ 100% പ്ലേസ്മെന്റ് ഉണ്ട്. പിന്നെ നോക്കിക്കേ, ഹയസ്റ്റ് പോയേക്കുന്ന 29 lakh പെർ ആനം ആണ്. അതായത് ഒരു മാസം 2 ലക്ഷം വെച്ച് പാക്കേജ് ആണെങ്കിൽ 24 ലക്ഷം വരും. അപ്പോൾ 2-2.5 ലക്ഷം 2.25 ലക്ഷം അത്രേ ഉണ്ട് പാക്കേജ്. ഇനി ആനുവലി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ആവറേജ് തന്നെ 9.79 ഉണ്ട്. അതായത് സേഫ്റ്റിക്ക് എസ്ഒയിൽ കിട്ടുന്നതിനെക്കാട്ടിലും ആവറേജ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ 17.3 ആയിരുന്നു ഹയസ്റ്റ്, ആവറേജ് 8.3 ആണ്. അതായത് പാക്കേജ് ഒരുപാട് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കൂടിയിട്ടുണ്ട്. 1.5 ലക്ഷം, 1,40,000, 1.5 ലക്ഷത്തിനടുത്ത് കൂട്ടിയിട്ടുണ്ട്. 1000-ന്റെ വ്യത്യാസമുള്ളൂ കാണിക്കുമ്പോൾ ഫിഗേഴ്സിൽ. അപ്പോഴത്തേക്കും ജോലി ഉറപ്പാണ്, എന്നാൽ ഹയസ്റ്റ് പെയ്ഡ് ആണ്. ആവറേജ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം പഠിച്ചു പോകേണ്ട ആൾ പ്ലേസ്ഡ് ആവുകയാണെങ്കിലും ഒരു 9-10 ലക്ഷം രൂപ വെച്ച്, അതായത് മാസം ഒരു 1 ലക്ഷത്തിനടുത്ത് സാലറി മിനിമം ഓൾമോസ്റ്റ് അഷ്വേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പോകുന്നത്. ചെറിയ പാക്കേജുകൾ കാണും, പക്ഷെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹയസ്റ്റ് നോക്കുമ്പോൾ ഇത്രയും ഒരു ഇതുണ്ട്. അത് മാത്രമല്ല, ഉള്ള മെയിൻ കാര്യം എന്താണ്, ലിമിറ്റഡ് ഇൻടേക്ക് ആണ്. ഇൻടേക്ക് വളരെ കുറവാണ്. അതാണ് ഇതിന് കുറച്ച് കോമ്പറ്റീഷൻ ആക്കുന്നത്. പ്ലേസ്മെന്റ് ബ്രോഷർ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ തന്നെ കിട്ടും. നോക്കിയ ഫാക്കൽറ്റീസ് ഇന്ത്യൻ നേവിയിൽ വർക്ക് ചെയ്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. അതും വലിയ വലിയ റാങ്കുകളിൽ നിന്ന ആളുകളാണ് ഉള്ളത്. പിന്നീട് ബാക്കി ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്ലേസ്മെന്റ്, ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് നിങ്ങൾക്ക് ഇത്രയും സ്ഥലത്ത്, അതായത് പല പല രാജ്യത്ത് പോയി ഇന്റേൺഷിപ്പ് ചെയ്യാം. പല പല സ്ഥലത്ത് ഇന്റേൺഷിപ്പ് ചെയ്യാം. അതിൻ്റെ ഈ ഡീറ്റെയിൽസ് എല്ലാം എന്താണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കാം, പോസ് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ഇതിനകത്തുള്ള റിക്രൂട്ടേഴ്സ് ആണ്. പാസ്റ്റ് റിക്രൂട്ടേഴ്സ് നോക്കുമ്പോൾ ഇത്രയും കൺട്രീസ് ഉണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, പുറത്ത് നിങ്ങൾക്കിപ്പം പുറത്താണ് സെറ്റിൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇതൊരു വലിയൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് എബ്രോഡ് പോകാൻ, പിന്നീട് ഒരു നോർമലി ഡിഗ്രി എടുത്തിട്ട് പിന്നെ അതിൻ്റെ പുറകെ ബാക്കി കാര്യങ്ങൾ പോയി റിസ്ക് എടുത്ത് പോകുന്നതല്ലാതെ വലിയൊരു പേയ്മെൻറ്റോടുകൂടി തന്നെ ഇവിടെ പോകാം. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മിസ്റ്റുബിഷി ഇങ്ങനെയുള്ള കമ്പനി, ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ നേവി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പാസ്റ്റ് റിക്രൂട്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഡയറക്റ്റ് നേവിയിൽ കയറാനും ഒക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ബാക്കി ബ്രാഞ്ചുകളോ ബാക്കി ഇതുപോലെ അല്ല. ഇതിനകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ 100% പ്രോമിസിംഗ് ആണ്. നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് എന്താണ്, അവർ തന്നെ 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 100 പേര് 34 പേരുണ്ടെങ്കിൽ 34 പേരും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതും ചെറിയ പാക്കേജുകളൊന്നുമല്ല, ആവറേജ് തന്നെ വലിയൊരു ഇതിൽ പോകുന്നുണ്ട്. പിന്നീടുള്ള കാര്യം വെച്ചാൽ ഈ റിക്രൂട്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വൈഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, അതായത് നിങ്ങൾ നമ്മളെ ഇന്ത്യയിൽ മാത്രമല്ല നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു എന്താണ് പറയേണ്ടത്, ഒരു വലിയൊരു എക്സ്പോഷർ കിട്ടും, വലിയൊരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആവുന്ന ഒരു കോഴ്സ്. അപ്പോൾ ഇതാണ് നേവൽ ആർക്കിടെക്ചറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് എസ്ഒയിൽ വരാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ക്യാമ്പസ് ആയിട്ടാണ്. അതേപോലെ തന്നെ മറൈൻ എഞ്ചിനീയറിംഗ് വേറൊരു ക്യാമ്പസിലായിട്ട് വരുന്നത്. അപ്പോഴത്തേക്കും ഇതൊക്കെയാണ് നോക്കേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കുക. നിങ്ങൾ ഇവരുടെ സൈറ്റിൽ കയറി ബ്രോഷർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അവരുടെ എന്താണ് പ്ലേസ് ആയ ആളുകൾ നോക്കി ഇത്രയും കമ്പനീസിൻ്റെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അവരുടെ ബാച്ചിൻ്റെ കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. നോക്കി എവിടെയൊക്കെ എത്ര അലൂമിനീസ് ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ നോക്കുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10+ അലുമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കൗണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 34 പേരെ എടുക്കുന്നുള്ളൂ പെർ ഇയർ. 10 കൊല്ലം ആയാലും 350 പേരെ അവിടെ ഇറങ്ങുന്നുള്ളൂ ആ ഒരു കോഴ്സ് പഠിച്ചിട്ട്. അപ്പോൾ ഇത്രയും വേൾഡ് വൈഡ് ആയിട്ടുള്ള അലുമിനി നെറ്റ്വർക്ക്, വലിയ വലിയ കമ്പനീസ് വലിയൊരു രീതിയിലോട്ട് പെർഫോം ചെയ്ത് പോകാൻ പറ്റുന്നൊരു കോഴ്സാണ്. അത് മാത്രമല്ല 1500+ അലുമിനി ബേസ് ഉണ്ട്. 47 കൊല്ലമായിട്ടുള്ളത് അത്രയും അലുമിനീസ് ഉണ്ട്.